നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിന്ധു നദിയിൽ കൈവച്ചാൽ നദിയിലൂടെ ഇന്ത്യക്കാരുടെ രക്തമൊഴുക്കുമെന്ന് വെല്ലുവിളിച്ച കൂട്ടർ ഇപ്പോൾ ഇച്ചിരി വെള്ളം തരണേ എന്ന് ഇന്ത്യയുടെ കാല് പിടിക്കുകയാണ്. തൊള്ളയിലേക്ക് വെള്ളമിറങ്ങാതെ വന്നതോടെ പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യയുടെ കാല് പിടിച്ച് കരയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കണമേ എന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കോളുകളാണ് കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. ഇനി പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്കും ഞങ്ങളില്ല. ഭീകരവാദം എന്ന് പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നോ അന്ന് വേണമെങ്കിൽ ഒരു ചർച്ച നടത്താം. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ ചില നിബന്ധനകൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട് പാകിസ്ഥാന് മുന്നിൽ. മസൂദ് അസർ ഉൾപ്പെടെ ഭീകരരെയെല്ലാം ഇന്ത്യക്ക് വിട്ടുകിട്ടണം. അങ്ങനെ സംഭവിച്ചാൽ ഭീകരരെ കൈമാറാൻ തയ്യാറാണെങ്കിൽ വേണമെങ്കിൽ ഒരു ചർച്ചയെക്കുറിച്ച് ആലോചിക്കാം. ചർച്ച നടത്താമെന്നല്ല, ചർച്ചയെക്കുറിച്ച് ആലോചിക്കാം എന്ന നിലപാടിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഇന്ത്യ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല. അതിൽ തന്നെ ആവർത്തിച്ച് പാകിസ്ഥാനോട് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. അതായത് പാകിസ്ഥാനിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി നിരവധി കോളുകളാണ് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ചർച്ച വേണം എന്ന് പറഞ്ഞുകൊണ്ടുവന്നത്. എന്നാൽ അതിനൊക്കെ മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇന്ത്യ. ഇന്ത്യ അമർത്തി ഒന്ന് പിടിമുറുക്കിയാൽ ഇതാണ് പാകിസ്ഥാന്റെ അവസ്ഥ. വെള്ളം കുടി പോലും മുട്ടും. പാകിസ്ഥാൻ വെള്ളം കുടിക്കണമെങ്കിൽ പോലും അത് ഇന്ത്യ തീരുമാനിക്കണം. ആ ഇന്ത്യയോടാണ് വലിയ വെല്ലുവിളി നടത്തി ഇവിടെ കയറി വന്ന് 26 പേരെ കൊന്നൊടുക്കി വലിയ ഹീറോയിസം കാണിക്കാൻ നോക്കിയത്. എന്നാൽ പാകിസ്ഥാൻ അറിഞ്ഞില്ല ഇന്ത്യയോടാണ് കളിക്കുന്നതെന്ന്. ഇന്ത്യ അറിഞ്ഞൊന്നിറങ്ങിയപ്പോൾ പാകിസ്ഥാന്റെ വെള്ളം കുടി പോലും മുട്ടിയ അവസ്ഥയാണ്. ഇപ്പോൾ ഒടുവിൽ കൊലവിളി നടത്തിയ കൂട്ടരൊക്കെ ഇന്ത്യയുടെ കാൽക്കൽ വീണിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. പാകിസ്ഥാൻ ഭയന്ന് വിറയ്ക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ. ലോകത്തിനു മുന്നിൽ ഇരവാദം മുഴക്കി ഒരു പാവത്താൻ ലൈൻ പിടിച്ചിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഇതുവരെ. അതായത് ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ കുടുക്കാനുള്ള ഒരു നീക്കം, അതും വില പോയില്ല. ഒടുവിൽ ഇപ്പോൾ പാകിസ്ഥാന് പണി പാളിയിരിക്കുകയാണ്. കാരണം സിന്ധു നദിയിൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ പാകിസ്ഥാന്റെ അടിപതറും. ഇപ്പോൾ തന്നെ കർഷകർ പാക് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം സിന്ധു നദിയിലൂടെയുള്ള ജലത്തിന്റെ അളവ് കുറഞ്ഞതോടുകൂടി തന്നെ പാകിസ്ഥാനിലെ കർഷകർ പ്രതിസന്ധിയിലായിട്ടുണ്ട്. അവർ കൂട്ടത്തോടെ ഭരണകൂടത്തെ വെല്ലുവിളിച്ച് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. സിന്ധു നദീജലം ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന് ഇതോടെ പാക് സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിനൊപ്പം ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും കൂടി മനസ്സിലായിട്ടുണ്ട്. ഇതോടെ വെള്ളക്കൊടി വീശി പാകിസ്ഥാൻ ഇപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി കരഞ്ഞു നിലവിളിക്കുകയാണ്. ഇന്ത്യ ഒന്ന് ചർച്ചയ്ക്ക് തയ്യാറാകണമേ എന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചിരുന്നു. എന്നാൽ അതിന് തൊട്ടടുത്ത നിമിഷം തന്നെ ഇന്ത്യ മറുപടി കൊടുത്തിരുന്നു, തയ്യാറല്ല എന്ന്. മസൂദ് അസർ അടക്കമുള്ള പഹൽഗാമിന് പിന്നിലുള്ള തീവ്രവാദികളെ വിട്ടുകിട്ടണം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഇത് പാകിസ്ഥാൻ അംഗീകരിക്കുമോ? അതാണ് ഉയരുന്ന ചോദ്യം. എങ്കിൽ മാത്രമേ ഇന്ത്യ വിട്ടുവീഴ്ചകൾ ചെയ്യൂ എന്നുള്ളതാണ് വസ്തുത. സിന്ധു നദീജലമാണ് പാകിസ്ഥാനെ കൂടുതൽ വലയ്ക്കുന്നത്. സിന്ധു നദീജല കരാറിൽ ഇന്ത്യ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആശങ്കകളിൽ ചർച്ച നടത്താനുള്ള സന്നദ്ധത പാകിസ്ഥാന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനുമായുള്ള ഏതൊരു ചർച്ചയും തീവ്രവാദത്തെ സംബന്ധിച്ച് മാത്രമായിരിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു നയതന്ത്ര ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്ന്. കൈമാറേണ്ട തീവ്രവാദികളുടെ പട്ടിക പാകിസ്ഥാന്റെ കൈവശമുണ്ടെന്നും തീവ്രവാദ കേന്ദ്രങ്ങൾ അവർ പൂർണ്ണമായും അടച്ചുപൂട്ടണമെന്നുമാണ് ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട്. അതിർത്തി കടന്നുള്ള തീവ്രവാദം പാകിസ്ഥാൻ വിശ്വസനീയമായി എന്നേക്കും അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ തുടരുമെന്ന് തന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മറുപടി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സിന്ധു നദീജലത്തിന് പാകിസ്ഥാനിലുള്ള പ്രാധാന്യം വ്യക്തമാക്കി ഇന്ത്യയുടെ കരാർ മരവിപ്പിക്കൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ ഇന്ത്യക്ക് കത്തയച്ചിരുന്നു. ആ കത്തിനുള്ള മറുപടിയും കൂടിയാണ് ജയശങ്കർ കൊടുത്തത്. ഇതുകൂടാതെ കത്തയച്ചതിന് പിന്നാലെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു കോൾ വന്നിരുന്നു.
അതിലും ആവശ്യപ്പെട്ടത് സിന്ധു കരാറിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ളതായിരുന്നു. എന്നാൽ തീക്കളി കളിച്ച പാകിസ്ഥാന് ഇതിലും വലിയ മറുപടിയൊന്നും ഇന്ത്യക്കിനി കൊടുക്കാനില്ലല്ലോ. അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന സേനാ പിന്മാറ്റത്തെ സിന്ധു നദീജല കരാറുമായി കൂട്ടിക്കെട്ടാനുള്ള പാകിസ്ഥാന്റെ നീക്കവും ഇന്ത്യ അനുവദിക്കില്ല. കാരണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. അത് സിന്ധു നദീജല കരാറിൽ മാത്രമല്ല, പല അണക്കെട്ടുകളിലും ഇന്ത്യ ഒന്ന് പിടിമുറുക്കിയിട്ടുണ്ട്. സലാൽ ബഗ്ലിഹാർ ഡാമുകളിലെ എക്കൽ നീക്കം ചെയ്യാനുള്ള നടപടിക്ക് ഇന്ത്യ ഉടൻ തന്നെ സലാൽ ബഗ്ലിഹാർ ഡാമുകളിലെ എക്കൽ നീക്കം ചെയ്യാനുള്ള നടപടി ഇന്ത്യ ഉടൻ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനായി വെള്ളം ശക്തിയായി പുറത്തേക്ക് ഒഴുക്കുന്നതിനെ നേരത്തെ പാകിസ്ഥാൻ എതിർത്തിരുന്നു. എക്കൽ നീക്കത്തിലൂടെ കൂടുതൽ ജലം ഡാമുകളിൽ സംഭരിക്കാനും ഇന്ത്യക്ക് കഴിയും. പാകിസ്ഥാന്റെ എതിർപ്പ് കാരണം നിർത്തിവെച്ച രത്ലെ, പകുൽ തുടങ്ങിയ 4 ഡാമുകളുടെ നിർമ്മാണം തുടങ്ങുന്നത് വേഗത്തിലാക്കാനുമാണ് ഇന്ത്യയുടെ തീരുമാനം. ചെനാബ് നദിയിലെ ജലവൈദ്യുത പദ്ധതികളുടെ ഭാഗമായ സലാൽ ബഗ്ലിഹാർ അണക്കെട്ടുകളിലെ എക്കൽ നീക്കം ചെയ്യാനുള്ള നടപടിയുമായി ഇന്ത്യ മുൻപോട്ട് പോകുമ്പോൾ അത് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. എക്കൽ നീക്കുന്നത് മാസം തോറും നടത്താൻ ഇന്ത്യ നടപടികൾ തുടങ്ങിയതോടെ വെട്ടിലായിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനാണ്. എന്തുതരം എതിർപ്പുമായി പാകിസ്ഥാൻ ഇനി വന്നാലും അതൊന്നും കണക്കിലെടുക്കില്ല എന്ന് ഇന്ത്യ മറുപടി കൊടുത്തിട്ടുണ്ട്. വൈദ്യുത ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നതിനാലാണ് ഡാമിൽ എക്കൽ നീക്കുന്നത് എന്നാണ് വിശദീകരണം. മെയ് മാസത്തിന്റെ തുടക്കത്തിൽ നടത്തിയ എക്കൽ മണൽ നീക്കം ഇനി എല്ലാ മാസവും നടത്താമെന്നാണ് കേന്ദ്ര ജല കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത്. 1987 സലാൽ അണക്കെട്ടും 2008-2009 ബഗ്ലിഹാർ അണക്കെട്ടും നിർമ്മിച്ചതിന് ശേഷം ആദ്യമായാണ് കഴിഞ്ഞ ദിവസം എക്കൽ നീക്കിയത്. നേരത്തെ പാകിസ്ഥാൻ ആവർത്തിച്ച് എതിർപ്പുന്നയിച്ചതിനെ തുടർന്ന് ഈ പ്രവർത്തികൾ ഇന്ത്യ നിർത്തിവെച്ചിരുന്നു. സലാൽ ബഗ്ലിഹാർ റിസർവോയറുകളിൽ നിന്ന് 7.5 ദശലക്ഷം ക്യൂബിക് മീറ്ററിൽ കൂടുതൽ എക്കൽ അവശിഷ്ടം നീക്കം ചെയ്തതായി കേന്ദ്ര ജല കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചു. കാലക്രമേണ ജലസംഭരണികളിൽ അടിഞ്ഞുകൂടുന്ന മണൽ, ചെളി, കളിമണ്ണ് എന്നിവ നീക്കം ചെയ്യുന്നതിനായി സംഭരിച്ച വെള്ളം തുറന്നുവിടുന്നതാണ് ഫ്ലഷിംഗ്. എക്കൽ അവശിഷ്ടങ്ങൾ ജലസംഭരണി ശേഷി കുറയ്ക്കുകയും ജലവൈദ്യുത ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പതിവായി എക്കൽ നീക്കുന്നതിലൂടെ അണക്കെട്ടിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്താം. അണക്കെട്ടിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളം പെട്ടെന്ന് ഒഴുക്കിവിടുമ്പോൾ പാകിസ്ഥാനിലെ പല ജനവാസ മേഖലകളിലും വെള്ളം കയറാൻ ഇതിടയാക്കും. എല്ലാ മാസവും ഇത് തുടർന്നാൽ ആവശ്യ ഘട്ടത്തിൽ കൃഷിക്ക് വെള്ളം ലഭിക്കില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ നടപടികളെ എതിർത്തിരുന്നത്. ഇതോടൊപ്പം അണക്കെട്ടുകളുടെ സംഭരണ ശേഷി കൂട്ടിയാൽ ഇന്ത്യ കൂടുതൽ വെള്ളം സംഭരിക്കുമെന്നും ഞങ്ങൾക്ക് വെള്ളം ലഭിക്കില്ല എന്നും പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യയുടെ നീക്കങ്ങളെ അന്താരാഷ്ട്ര തലത്തിലടക്കം പാകിസ്ഥാൻ എതിർക്കാൻ കാരണം. എന്നാൽ ഇനി ഇത്തരത്തിലുള്ള ഒരു എതിർപ്പുകളും ഇന്ത്യ വകവെക്കില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതുവരെ ഇന്ത്യ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നു. കാരണം അണക്കെട്ടുകളിലെ വെള്ളം തുറന്നുവിടുമ്പോൾ പാകിസ്ഥാനിലെ കർഷകരെ അത് വലിയ രീതിയിൽ ബാധിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട്. എന്നാൽ ഇന്ത്യക്ക് നേരെ ചതി മാത്രം പുറത്തെടുക്കുന്ന പാകിസ്ഥാനോട് ഇനി ഒരു തരത്തിലും സന്ധി സംഭാഷണമോ വിട്ടുവീഴ്ചയോ ഇല്ല എന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കുമ്പോൾ അത് പാകിസ്ഥാനെ മുച്ചൂടും മുടിക്കുന്ന തീരുമാനം തന്നെയാണ്. സിന്ധു നദിയിൽ തന്നെ ഇന്ത്യ ഒന്ന് പിടിമുറുക്കിയപ്പോൾ പാകിസ്ഥാന് വെപ്രാളം തുടങ്ങിയിട്ടുണ്ട്. കാരണം ജലം ഇല്ലാതായാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഒന്നാമത് പാകിസ്ഥാൻ ഒരു വരണ്ട ഭൂമിയാണ്. അവിടെ വെള്ളവും കൂടി ഇല്ല എന്നുള്ള ഒരു അവസ്ഥ വന്നാൽ കർഷകർ വലിയ തോതിൽ സമരങ്ങളുമായി രംഗത്തേക്ക് വരും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ തന്നെ പാകിസ്ഥാനിലെ ജനങ്ങൾ പാക് സർക്കാരിനോടും പാക് പട്ടാളത്തോടും എതിർപ്പിലാണ്. കാരണം ഇന്ത്യയോട് അനാവശ്യമായി കളിക്കാൻ ചെന്നിട്ടാണ് ഇപ്പോൾ അടിയിരന്ന് മേടിച്ചിരിക്കുന്നതെന്ന് ജനങ്ങൾ തന്നെ തുറന്നു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ ആഭ്യന്തര കലഹങ്ങളും ഉടലെടുത്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ സിന്ധു നദീജല കരാറിൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ജനങ്ങളുടെ മുൻപിൽ പാക് ഭരണകൂടം തലകുനിച്ച് നിൽക്കേണ്ടി വരും. ഇത് മാത്രമല്ല, കൃഷി കുറയുന്നതോടെ പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പല കുറി ആവർത്തിച്ചിരുന്നു ഷഹബാസ് ഷെരീഫ്. ഇപ്പോൾ വീണ്ടും ഷഹബാസ് ഷെരീഫ് പറയുന്നത് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നാണ്. പഞ്ചാബ് പ്രവിശ്യയിലെ കമ്ര എയർബേസ് സന്ദർശനത്തിനിടെ ഇന്ത്യയുമായുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും സംസാരിക്കവെയാണ് ഷഹബാസ് ഷെരീഫ് നിലപാട് പറഞ്ഞത്. നരേന്ദ്രമോദിയുമായി താൻ സംസാരിക്കാമെന്ന് ആവർത്തിച്ചു പറഞ്ഞു.
വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ഇന്ത്യ കടുത്ത നടപടികളുമായി മുൻപോട്ട് പോകുമെന്ന് വ്യക്തമായതോടെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഈ നിലപാട്. എന്നാൽ അതിന് തൊട്ടടുത്ത നിമിഷം തന്നെ ഇന്ത്യ മറുപടി കൊടുത്തിട്ടുണ്ട്. 2 കാര്യങ്ങളിൽ മാത്രമേ ഇനി പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ. പാക് അധീന കശ്മീർ, പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങളിൽ മാത്രമാണ് ഇനി ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പുതിയ നിലപാട് അതിനിർണായകമാണ്. മസൂദ് അസറിനെ ഇന്ത്യക്ക് കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറാകുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത്തരത്തിൽ ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഭീകരരെ പാകിസ്ഥാൻ കൈമാറാൻ തയ്യാറായാൽ ഒരു ചെറിയ വിട്ടുവീഴ്ച എന്നോണം ഒരു ചർച്ചയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയാൽ തയ്യാറാകാം എന്നുള്ള നിലപാട് ഇന്ത്യ എടുത്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ മെച്ചപ്പെട്ട നിലയ്ക്കാണോ അതോ ഭീകരവാദത്തെ പിന്തുണയ്ക്കാനാണോ പാക് സർക്കാർ തീരുമാനിക്കുന്നത് എന്ന് കണ്ടറിയണം. അതായത് മസൂദ് അസറിനെ പാകിസ്ഥാൻ സർക്കാർ കൈവിടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ പാക് ഭരണകൂടം അതിന് തയ്യാറായാലും പാക് പട്ടാളം സമ്മതിക്കില്ല. കാരണം പാക് പട്ടാളത്തിൻ്റെ വലങ്കയും ഏറ്റവും പ്രധാനപ്പെട്ട ചങ്ങാതിയുമാണ് മസൂദ് അസർ. അതായത് പാകിസ്ഥാനിലെ ഭീകരവാദത്തിൻ്റെ തല. ആ തല കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറാകുമോ? സർക്കാരുമായി സംസാരിക്കാമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുമ്പോൾ മിലിറ്ററി തല ചർച്ചയ്ക്കും പാകിസ്ഥാൻ തയ്യാറായി നിൽക്കുകയാണ്. അതായത് വന്നാൽ മതി, ഞങ്ങൾ ചർച്ച ചെയ്യാമെന്ന് ഇന്ത്യയുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. DGMO തല ചർച്ച വീണ്ടും നടത്താൻ തയ്യാറാണെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ അടിയേറ്റ് 4 വഴിക്കൂടെയും ഇരന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ്റെ നെഞ്ചത്ത് കയറി പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇപ്പോൾ കിട്ടിയത് ഒരു ട്രെയിലർ മാത്രമാണ് എന്ന് രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും കണ്ടത് വെറും ട്രെയിലർ മാത്രമാണ് എന്ന പഞ്ച് ഡയലോഗാണ് രാജ്നാഥ് സിംഗ് അടിച്ചിരിക്കുന്നത്. പാകിസ്ഥാന് ലഭിക്കുന്ന പണം മുഴുവനും ഭീകരപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിനിയോഗിക്കുന്നതിനാൽ പാകിസ്ഥാൻ അനുവദിച്ച ധനസഹായം കൈമാറുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയോട് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഭുജ് വ്യോമത്താവളത്തിൽ വ്യോമസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴായിരുന്നു പാകിസ്ഥാന് കൃത്യമായ മറുപടി പ്രതിരോധ മന്ത്രി കൊടുത്തത്. മുരിദ്ഗയിലെയും ഭവൽപൂരിലെയും ലഷ്കർ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും താവളങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ധനസഹായം പാക് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ലഭിക്കുന്ന പണം ഇതിനായി വിനിയോഗിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതെന്നും എന്തൊക്കെ വലിയ അടവും കൊണ്ട് ഇന്ത്യക്ക് നേരെ വന്നാലും തിരിച്ചടി അത് കട്ടായം തന്നിരിക്കുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന് ഇപ്പോൾ പ്രൊബേഷൻ അനുവദിച്ചിരിക്കുകയാണെന്നും നല്ല നടപ്പിലേക്ക് നീങ്ങുകയാണെങ്കിൽ പാകിസ്ഥാന് തന്നെയാണ് നല്ലതെന്നും അല്ലാത്ത പക്ഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്നും രാജ്നാഥ് സിംഗ് താക്കീത് കൊടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ശരിയായ സമയം വരുമ്പോൾ മുഴുവൻ ചിത്രവും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കും. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളിൽ നിന്ന് നികുതി ഇനത്തിൽ പിരിച്ചെടുത്ത 14 കോടി രൂപ ഐക്യരാഷ്ട്രസഭ പോലും ഭീകരനെന്ന് മുദ്രകുത്തിയ മസൂദ് അസറിനായി ചെലവിടാനാണ് പാക് പദ്ധതിയെന്നും രാജ്നാഥ് സിംഗ് വെട്ടിത്തുറന്നു പറഞ്ഞിട്ടുണ്ട്. 1965-ലും 1971-ലും പാകിസ്ഥാനെതിരെ നേടിയ വിജയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭുജിന് ഇത്തവണത്തെ വിജയത്തിലും പങ്കുചേരാനായതും ഭുജ് സന്ദർശിക്കാനായതിൽ താനേറെ അഭിമാനിക്കുന്നതായും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അവിടെ ചെന്നിട്ട് കൃത്യമായ ഒരു മറുപടി, കുറിക്കുകൊള്ളുന്ന മറുപടി പാകിസ്ഥാന് ഒടുക്കത്തെ താക്കീത് കൊടുത്തിട്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തിരികെ പോന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.